മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളെ എങ്ങനെയാണ് സംഘപരിവാർ ഗവൺമെൻറ് ഉപയോഗിക്കുന്നത്, അതിനെ മനോഹരമായിട്ട് ഉപയോഗിക്കാനുള്ള ടൂളായിട്ട് ഗവർണർ മാറുന്നു. ഫെഡറലിസം, ജനാധിപത്യം എന്നിവയുടെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിക്കുന്നത്. അത് വലിയൊരു വിരോധാഭാസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2 പ്രാവശ്യം തിരിച്ചയക്കും, 3ാമത്തെ പ്രാവശ്യം ഒപ്പിടാൻ നിർബന്ധിക്കപ്പെടുന്നു എന്നുള്ളത് അതിന് അത്രയേ വില കൽപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. സംസ്ഥാന നിയമസഭയിൽ ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗം നടത്തി. 1 മിനിറ്റും 24 സെക്കൻഡും. നയപ്രഖ്യാപന പ്രസംഗം സർക്കാർ അംഗീകരിച്ച് ഗവർണർക്ക് കൈമാറിയതിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് മാത്രം വായിച്ച് അവസാനിപ്പിക്കുകയാണ് ഗവർണർ ചെയ്തത്. നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ ഒരു വാചകം, ഒരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ എങ്കിൽ പോലും നിയമസഭയ്ക്കുള്ളിൽ ഗവർണർ അത് പറഞ്ഞു കഴിഞ്ഞ് അത് സഭ അംഗീകരിച്ചതായിട്ട്, നയപ്രഖ്യാപന പ്രസംഗം നടത്തി കഴിഞ്ഞതായിട്ടാണ് കണക്കാക്കപ്പെടുക. അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞു എന്ന് സാങ്കേതികമായി പറയാം. നയപ്രഖ്യാപനത്തിൻ്റെ കാര്യത്തിൽ മുൻപും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരുമായി ഏറ്റുമുട്ടിയ കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിന് വരില്ല എന്ന് അദ്ദേഹം നിലപാടെടുത്തു. അവസാനം സർക്കാർ അനുരഞ്ജനത്തിന് ശ്രമിക്കുകയും ഒടുവിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന് വരികയും ചെയ്തു. ഒരു തവണ നയപ്രഖ്യാപനത്തിലെ ചില വാക്യങ്ങൾ, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ചില ഖണ്ഡികകൾ വായിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അവസാനം നിയമസഭയിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാനിത് വായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വായിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത് മാത്രമല്ല, സർക്കാരുമായി പല വിധത്തിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു ഗവർണറുടെ പദവിയെക്കുറിച്ച്, ഗവർണർ എന്ന സ്ഥാനത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഗവർണറുടെ ചെയ്തികൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും കോടതി ഗവർണറെ വിമർശിക്കുകയും ചെയ്തതും നമ്മുടെ മുമ്പിലുണ്ട്. അത് കേരള ഗവർണറുടെ കാര്യത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലെ ഗവർണറുടെയും മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണറുടെ കാര്യത്തിലും ആ വിമർശനം ഉണ്ടായിട്ടുണ്ട്. നിയമസഭയിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് തുടരുന്നതിൻ്റെ കാഴ്ചയാണോ ഇന്ന് നമ്മൾ കണ്ടത്? ഇൻസൈറ്റ് പരിശോധിക്കുന്നു. നമുക്കൊപ്പമുള്ളത് MP പ്രശാന്ത്, സീനിയർ ജേർണലിസ്റ്റ്. നമ്മളിത് കാണുമ്പോൾ നയപ്രഖ്യാപന പ്രസംഗം എന്നുള്ളത് ഒരു വർഷത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ നടത്തേണ്ട ഒരു ചടങ്ങ്. ആ ചടങ്ങ് സർക്കാർ നടത്തി. അതിൽ പങ്കെടുക്കുക എന്നുള്ളത് ഭരണഘടനാപരമായ ഗവർണറുടെ കടമയാണ്. ആ കടമ ഗവർണർ നിർവഹിച്ചു. അതിലപ്പുറം എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ അതിന്? അല്ല, വാസ്തവത്തിൽ ഇത് നയപ്രഖ്യാപനമായോ അതിൻ്റെ കണ്ടൻറ്റായോ ഒന്നും ബന്ധമില്ലാത്ത കാര്യമാണ്. ഇത് ഗവർണറെ ഏൽപ്പിച്ച ജോലി അദ്ദേഹം മാന്യമായി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല, കഴിഞ്ഞ ദിവസം തമിഴ്നാട് ഗവർണർ ക്ഷേത്രത്തിൽ പോവുകയും ക്ഷേത്രത്തിലെ പൂജാരികളുടെ മുഖത്തൊക്കെ ഭയമാണ് കണ്ടത് എന്നൊക്കെ പറയുകയും ചെയ്തു. ഇതിപ്പോൾ ഇതിൽ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും പറയുന്നത് കൊണ്ടാണ് അത് വായിക്കാതിരുന്നത് എന്നൊക്കെ കരുതുന്നത് മൗഢ്യമാണ്. അതൊന്നുമല്ല പ്രശ്നം. ഇത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ മറ്റൊരു രീതിയിൽ അസ്ഥിരപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഗവർണർ ഉപയോഗിച്ച് അതിനെ അട്ടിമറിക്കാൻ എപ്പോഴും വേണമെങ്കിലും കഴിയും. പക്ഷേ അത് വീണ്ടും തിരഞ്ഞെടുപ്പ് വന്നാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അവർക്കറിയാം. അതുകൊണ്ട് ഒരു പെർമനൻറ്റ് ന്യൂസൻസ് എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ ഗവർണർ ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ ഇപ്പം ഇത് ഒരു ചർച്ചയാവുന്നു, ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം വരുമ്പോൾ അടുത്ത ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ഇങ്ങനെ ഗവൺമെൻറ്റിനെ ഒരു സൂക്ഷ്മമായ രീതിയിൽ അതിൻ്റെ സൂക്ഷ്മ തലത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്ന ഒരു നയം, അത് എവിടെ നിന്നാണ് നയം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അത് ഈ ഒരു ദിവസം നടന്നത് അതിൻ്റെ വേറൊരു രീതിയിലുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനാണ്. അത് വാസ്തവത്തിൽ ഈ നയപ്രഖ്യാപന രേഖയുമായിട്ടോ അല്ലെങ്കിൽ അതിലുള്ള ഏതെങ്കിലും വാചകങ്ങളുമായിട്ടോ ഖണ്ഡികകളുമായിട്ടോ യാതൊന്നും ബന്ധമില്ല. അതൊന്നും അല്ലെങ്കിലും ഇത് തന്നെയായിരിക്കും ആവർത്തിക്കുന്നത്. അപ്പോൾ ഇത് അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് ഗവർണർ എന്ന പദവിയെക്കുറിച്ചാണ്. ഇത് വളരെ മുമ്പ് തന്നെ നമ്മളൊക്കെ ഈ ഒരുപക്ഷെ ഫെഡറലിസത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളൊക്കെ ഉന്നയിക്കുന്ന ഒരു ചോദ്യം, എന്താണ് ഗവർണറുടെ പദവി എന്നുള്ളത്. അത് വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ഒരു അവസരമാണ് ഇന്നും ഉണ്ടായിട്ടിരിക്കുന്നത്. എന്താണ് ഗവർണറുടെ പദവി കൊണ്ട് ഒരുപക്ഷെ ഫെഡറൽ ഇന്ത്യയെ പോലുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ഗവർണർ എന്ന പദവി എന്തിനാണ് എന്നുള്ള അടിസ്ഥാനപരമായ ചോദ്യമാണ് ചോദിക്കേണ്ടത്. അതിന് പല ഗവൺമെൻറ്റും ഗവർണറും തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ ഒരു പ്രതിപക്ഷത്തിൻ്റെ വളരെ വളരെ ഫ്ലിംസി ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ, അത് ചില കേസുകൾ ഉള്ളത് കൊണ്ടാണ്. ഇതൊന്നുമല്ല പ്രശ്നം. ഇത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നത് പോലെ
ഗവർണർ എന്ന പദവിയെ ഉപയോഗിക്കുന്നു. മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളെ എങ്ങനെയാണ് സംഘപരിവാർ ഗവൺമെൻറ് ഉപയോഗിക്കുന്നത്, അതിനെ മനോഹരമായിട്ട് ഉപയോഗിക്കാനുള്ള ടൂളായിട്ട് ഗവർണർ മാറുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് സഭയിൽ കണ്ടത്. ഇത് ഇനിയും ആവർത്തിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഭരണഘടനയെ അംഗീകരിക്കുന്ന ഈ സംവിധാനങ്ങളെ അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഭരണകക്ഷിയെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ, ഇങ്ങനെ പെരുമാറുമ്പോൾ അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് പെരുമാറാൻ പറ്റില്ല. കാരണം നമ്മൾ ഭരണഘടനയെ അംഗീകരിക്കുകയും ഈ ഒരു ഡെക്കോറം പാലിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് തിരിച്ചങ്ങോട്ട് അതേപോലെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള. അപ്പോൾ രണ്ട് വശത്തും ഇതുപോലുള്ള ആളുകളാണെങ്കിൽ അത് തീരും. പക്ഷേ ഒരു വശത്ത് വലിയൊരു കൺസ്ട്രെയിൻ, ഒരു വലിയൊരു പരിമിതി എന്നുള്ളത് ജനാധിപത്യത്തെ, ഭരണഘടനയെ, ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് നമുക്ക് ഒരുപാട് വിമർശനങ്ങളുണ്ട്. പക്ഷേ അത് ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ അംഗീകരിക്കുന്ന ഒരു സംവിധാനം എന്ന രീതിയിൽ അത് ഗവർണർ ചെയ്യുന്ന അതേ രീതിയിൽ തിരിച്ചടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനോട് അങ്ങോട്ട് പെരുമാറാൻ പറ്റില്ല എന്നൊരു പരിമിതിയുണ്ട്. ഇത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. ഗവർണർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, തിരിച്ച് സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന ഒരവസ്ഥ ഒരു ഗവർണർ വായിച്ചു എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് സെൻറ്റൻസ് ഉണ്ടല്ലോ, അതിൽ പറയുന്നത് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ, സെക്കുലറിസം, ഫെഡറലിസം എന്നിവയൊക്കെ സംരക്ഷിക്കണം. അതുമാത്രമാണ് അദ്ദേഹം വായിച്ചത്. അത് വളരെ സിംബോളിക്കാണെന്ന് തോന്നുന്നു. അത് അദ്ദേഹം കൊണ്ട് വായിപ്പിച്ചു എന്നുള്ളത് ഇതാണ്. ഫെഡറലിസം, നമ്മുടെ പോലുള്ള കാഴ്ച ഫെഡറലിസം, ജനാധിപത്യം എന്നിവയുടെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിക്കുന്നത്. അത് വലിയൊരു വിരോധാഭാസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ഗവർണർക്ക് എങ്ങനെയും പെരുമാറാം, അല്ലെങ്കിൽ ഗവർണർ അദ്ദേഹത്തിൻ്റെ അധികാര പരിധി ലംഘിച്ച് പെരുമാറുന്നുണ്ട് എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സർക്കാരിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ തിരഞ്ഞെടുക്കും, അത് ഏത് സർക്കാരും ആയിക്കോട്ടെ, ഇതിപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന LDF സർക്കാരാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ആ സർക്കാരിനെ പറയാം. ഏത് സർക്കാരും ആയിക്കോട്ടെ, തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ അടങ്ങുന്ന നിയമസഭയും മന്ത്രിസഭയും ഒക്കെയുള്ള ഒരു സംവിധാനം, അതിന് ഒരു കാരണവശാലും ഈ പറയുന്ന ഡെക്കോറത്തിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഇത് ജനങ്ങളുടെ മുമ്പിൽ വേറൊരു നിലയ്ക്കാണ് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുക. അതായത് ഗവർണർ വലിയ അധികാരങ്ങൾ ഉപയോഗിക്കുന്നു, അദ്ദേഹം ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധമാണെന്ന് അദ്ദേഹം ആരോപിക്കുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇങ്ങനൊരു നറേറ്റീവാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഇതൊരു പൊളിറ്റിക്കൽ പ്രശ്നമല്ലേ ശരിക്കും? അല്ല, ഈ ഗവൺമെൻറ് ജനവിരുദ്ധമായ നയങ്ങൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു സ്ഥാപനമല്ല ഗവർണർ എന്നുള്ളത്. അതിനെ ചോദ്യം ചെയ്യാൻ കോടതിയുണ്ടല്ലോ, കോടതിയുണ്ട്, പിന്നെ ജനങ്ങളുടെ കോടതിയുണ്ട്, തിരഞ്ഞെടുപ്പ് പ്രതിപക്ഷമുണ്ട്. അവരാണ് അതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഗവർണറുടെ പദവി എന്നുള്ളത് ഗവൺമെൻറ് ഭരണഘടനാ വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നാണ്. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ, അല്ലെങ്കിൽ ജനവിരുദ്ധം എന്ന് സാധാരണഗതിയിൽ പറയുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ ഗവർണർക്ക് ഒരു അധികാരമില്ല. നേരെ മറിച്ച് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഗവൺമെൻറ് എന്തെങ്കിലും രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ അതിനെ തടയിടുക. അതിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പവേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം ബില്ല് 2 പ്രാവശ്യം തിരിച്ചയച്ചു കഴിഞ്ഞാൽ 3ാമത്തെ പ്രാവശ്യം ഒപ്പിടണം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണല്ലോ. അത് 2 പ്രാവശ്യം തിരിച്ചയക്കും, 3ാമത്തെ പ്രാവശ്യം ഒപ്പിടാൻ നിർബന്ധിക്കപ്പെടുന്നു എന്നുള്ളത് അതിന് അത്രയേ വില കൽപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിന് മുകളിലല്ല ഗവർണർ എന്നുള്ള സ്ഥാനം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം അവർക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മിഷൻ ഉണ്ട്. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ, അല്ലെങ്കിൽ RN രവിയെ, അല്ലെങ്കിൽ ആനന്ദബോസിനെയൊക്കെ നിയോഗിക്കുന്നതിൽ ഒരു മിഷനുണ്ട്. ആ മിഷൻ വളരെ കൃത്യമായിട്ട് അവർ നടപ്പിലാക്കപ്പെടുമ്പോൾ മറുവശത്ത് ഉള്ള ഗവൺമെൻറ് തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പോൾ മമതാ ബാനർജി ചെയ്യുന്നത് പോലെ മമത കുറച്ചുകൂടി ഒരു ഔട്ട്സ്പോക്കൺ ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, ഞാൻ പറയുന്നത് ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഇതിനൊന്നും മാനിക്കാത്ത ആൾക്കാരാണെങ്കിൽ വളരെ നേരിട്ട് ഏറ്റുമുട്ടലിൽ പോകാം. നേരെ മറിച്ച് നിങ്ങളൊരു സിസ്റ്റത്തെ അംഗീകരിക്കുകയും അതിൻ്റെ ഓരോരുത്തർക്ക് കൊടുത്ത സ്ഥാനങ്ങളെ കുറിച്ച് കൃത്യമായി ബോധ്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കോടതിയെ സമീപിക്കാം എന്നല്ലാതെ മറ്റു മാർഗ്ഗം. പിന്നെ ഒരു രാഷ്ട്രീയ സമരമാണ്. അപ്പോൾ ഇടതുപക്ഷം അവിടെ പോയിട്ട് ഡൽഹിയിൽ പോയിട്ട് നടത്തുന്ന സമരം അതൊരു രാഷ്ട്രീയ സമരമാണ്. അതിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതാണ് തോന്നുന്നത്. കാരണം ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളിൽ കൂടി ഒരു സിംബോളിക്കായിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റ് ആയിട്ട് അത് മാറും.
അപ്പോൾ അതുപോലും പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത് അത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായി ആദ്യം സമരമായിരുന്നു പ്രത്യേകിച്ച്, പിന്നീട് അതൊരു മീറ്റിംഗായി മാറുന്നു. അപ്പോൾ പ്രതിപക്ഷം ഒരുപക്ഷെ ഒരു പുനരാലോചിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഇതിപ്പം വി ഡി സതീശനാണ് മുഖ്യമന്ത്രിയാണെങ്കിലും ഇത് തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രശ്നമായി കാണാതെ ഇത് ഫെഡറലിസത്തിനെതിരെയുള്ള ഒരു വലിയൊരു വെല്ലുവിളിയായി കണ്ടുകൊണ്ട് നേരിടണം. അപ്പോൾ ഇത് ഒരു കോൺഗ്രസ്സിന് പറ്റുന്നില്ല എന്നുള്ളത്, കോൺഗ്രസ്സിനാണ് ഞാൻ പറയുന്നത്, മുസ്ലിം ലീഗിനല്ല എന്നുള്ളത്, കോൺഗ്രസ് എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് ഇതൊരു പ്രശ്നമാണ്. ഇപ്പം രാമക്ഷേത്രത്തിൻ്റെ പ്രശ്നത്തിൽ ഇത് തന്നെയാണ് പ്രശ്നം. ഒരു കൃത്യമായ ഒരു നിലപാടെടുക്കാൻ പറ്റുന്നില്ല. അപ്പുറമാണോ എന്ന് ചോദിച്ചാൽ അതുമാണ്, ഇപ്പുറമാണോ ഇതാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ സതീശൻ പറഞ്ഞ എന്താണ്, അത് ഇവർ തമ്മിലുള്ള നാടകമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്കറിയാം. ഇന്നിപ്പോൾ സതീശൻ്റെ പ്രസ്താവന ഒന്ന്, ഗവർണർ നിയമസഭയെ അവഹേളിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഇവർ തമ്മിലുള്ള നാടകമാണ് എന്നുള്ളത്. ഇത് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇത് ഗവർണറും സർക്കാരും തമ്മിലുള്ള നാടകമാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഗവർണറും സർക്കാരും തമ്മിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ടാകും. ഗവർണർ പരസ്യമായിട്ട് പ്രതികരിക്കുകയും ഗവർണർ ചില ഡ്രമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ, ഇപ്പോൾ മിഠായിത്തെരുവിൽ പോയി അലുവ തിന്നുന്നത് പോലെയുള്ള നാടകീയ സംഭവങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് പ്രതിപക്ഷത്തിൻ്റെ വായിൽ നിന്ന് നമ്മൾ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതറിയാതെയല്ല, ഈ രാഷ്ട്രീയം അറിയാതെയല്ല പ്രതിപക്ഷം ഇത് സംസാരിക്കുന്നത്. അവിടെ ഈ പ്രതിപക്ഷം ഗവർണർ എടുക്കുന്ന പൊസിഷന് കുറെ കൂടെ സ്വീകാര്യത നേടിക്കൊടുക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഒരു ഉദാഹരണം പറയാം, ഇപ്പോൾ ഗവർണർക്ക് ഒരു അവിടെയുള്ള എക്സ്പെൻസ്, അവരുടെ ചിലവുകൾ ഗവൺമെൻറ് കൊടുത്തേ പറ്റൂ. അപ്പം അത് വലിയൊരു ഗൂഢാലോചനയായിട്ടാണ്. ഗവർണറൊക്കെ ചായ സൽക്കാരത്തിന് ഇത്ര ലക്ഷം രൂപ അനുവദിച്ചു. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഗവർണർക്ക് കാർ അനുവദിച്ചു, അല്ലെങ്കിൽ ഗവർണർക്ക് അവിടെ ഡെൻ്റൽ ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടി. ഇത് ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഇത് വളരെ എന്താ പറയുക, വളരെ നിർഭാഗ്യവശപരമായ കാര്യമാണ് അങ്ങനെ പറയുന്നത്. കാരണം അതിപ്പം ഗവർണറല്ല, ആരിഫ് മുഹമ്മദ് ഖാനിലെ വേറെ ആര് വന്നാലും ഇപ്പോൾ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു. അപ്പോൾ അതിപ്പോൾ ആര് വന്നാലും സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ മറ്റേ യോഗി ആദിത്യനാഥ് വന്ന സമയത്ത് ഗവൺമെൻറ് വലിയ സ്വീകരണം നൽകിയെന്നും പറഞ്ഞ് വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയത് നമുക്ക് ഓർമ്മയുണ്ട് കുറേ മുമ്പ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സിസ്റ്റത്തെ അംഗീകരിക്കുന്ന ആളുകൾക്ക് ആ സിസ്റ്റം അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായി കാണുന്നത്, ഇപ്പോൾ ഗവർണർ ആവശ്യപ്പെട്ടതനുസരിച്ച് പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചു. അപ്പോൾ ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫ് ആരാണ് തീരുമാനിക്കേണ്ടത്? ഗവർണറാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് അത് ലിമിറ്റഡ് റോളേ ഉള്ളൂ. ഒരു RSSകാരനെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചു. അതിൻ്റെ അർത്ഥം ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പിന്നെ പറയുന്നത്, ഈ പിണറായി ഗവൺമെൻറ്റിന് ചില കേസുകളിൽ കേന്ദ്ര ഏജൻസികളെ ഭയമുണ്ട്. അതാണ് ഇത്തരത്തിൽ ഒത്തുതീർപ്പിലേക്ക് അത് കുറച്ചുകൂടി എന്താ പറയുക, നമുക്ക് കോമൺ സെൻസിക്കലാണെന്ന് പറയാം. പക്ഷേ അതുപോലും അപ്പോൾ ഓരോ ഇഷ്യൂ വരുമ്പോഴാണ് ഈ ലാവ്ലിൻ കേസും EDയും ഒക്കെ പറയുന്നത്. അപ്പോൾ ഇതേ ED തന്നെയാണ് കോൺഗ്രസ് മന്ത്രിമാരുടെയും വേട്ടയാടുന്നത്. അപ്പോൾ അവിടെയുള്ള എന്താണെന്ന് പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൽ കോൺഗ്രസ്സിന് വളരെ എന്താ പറയുക, എന്ത് നിലപാടെടുക്കണം എന്ന കാര്യത്തിൽ കോൺഗ്രസ്സിന് ഇന്നത്തെ സതീശൻ്റെ പത്രസമ്മേളനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആശയക്കുഴപ്പത്തിലാണ്. അപ്പോൾ ജനങ്ങളോടുള്ള അവഹേളനമാണ്. ആരവഹേളനം എന്നുള്ളത് ഗവർണർ അവഹേളനമാണ്. അത് നിയമസഭയോടുള്ള അവഹേളനമാണ്, ജനങ്ങളോടുള്ള അവഹേളനമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. പക്ഷെ അതിൽ മാത്രം നിൽക്കുന്നില്ല. അത് പിന്നെ മറ്റേതും പറയേണ്ടി വരും. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതെന്തോ വേറെ ഒരു രാഷ്ട്രീയം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ, മേൽക്കൈ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയമുണ്ട്. വാസ്തവത്തിൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ, ഗവർണറുടെ കാര്യത്തിലെങ്കിലും ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗിന് കുറച്ച് വ്യത്യസ്തമായ നിലപാടുണ്ട്. പക്ഷേ കോൺഗ്രസ്സുമായിട്ടുള്ള ഒരു മുന്നണിയിലാവുമ്പോൾ വേറൊരു ശബ്ദം വരുന്നത് ഇവർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ടാണ് മുസ്ലിം ലീഗ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതാണ് എന്ന് തോന്നുന്നത്. അപ്പം കോൺഗ്രസ്സിന് ഇക്കാര്യത്തിൽ ചെയ്യാവുന്നത്, കോൺഗ്രസ് അറിയാം ഇത് എന്താണ് ഗവർണറെ വെച്ചുള്ള കളി കൊണ്ട് കേന്ദ്രം ഉദ്ദേശിക്കുന്നത് എന്ന് അത് കൃത്യമായി അറിഞ്ഞിട്ട് പോലും ഇതിന് കൃത്യമായ നിലപാട്, അപ്പുറവും ഇപ്പുറവും എന്നുള്ള നിലപാടെടുക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ദൗർഭാഗ്യകരമായ അവസ്ഥ. അത് ഈ പ്രശ്നത്തിൽ മാത്രമല്ല, പല പ്രശ്നങ്ങളിലും കോൺഗ്രസ് നേരിടുന്ന ഒരു അസ്തിത്വ പ്രശ്നമാണെന്ന് പറയാം. ഇതിനിടയ്ക്ക് ഈ
വലിയ സംഘർഷങ്ങളിലേക്ക് പോയപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്ന സമയത്ത്, പിന്നെ മിഠായി തെരുവിൽ പോയ സമയത്ത്, മറ്റാരോപണങ്ങൾ സർക്കാരിനെതിരെ ഗവർണർ തന്നെ ഉന്നയിക്കുന്ന സമയത്ത് തമാശയായി പറഞ്ഞിരുന്നത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ അപ്രസക്തമാക്കുന്നു, ഗവർണറാണ് യഥാർത്ഥ BJPയുടെ പ്രസിഡന്റ് എന്ന് തമാശമട്ടിൽ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഒരു ഈ പൊളിറ്റിക്കൽ ടൂളാണ് ഗവർണർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സംഘപരിവാറിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടത്തിൻ്റെയോ നിർദ്ദേശമനുസരിച്ചിട്ടാണ് ഈ ഗവർണർമാർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതും തർക്കമറ്റ സംഗതിയാണ്. ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ മൈലേജ് കേരളത്തിലുണ്ടാവും എന്ന് കരുതാമോ? ഇല്ല, ഇത് BJPക്ക് ഒരു തരത്തിലൊരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാവില്ല. കാരണം അത് മൈലേജ് ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള ഒരു നേതൃത്വം ഇവിടെ വേണമല്ലോ. ഇപ്പോൾ മറ്റേ ബാബരി മസ്ജിദ് പൊളിച്ച് ഉണ്ടാക്കിയ അമ്പലം പോലും BJPക്ക് ഒരു കേരളത്തിൽ ഒരു മൈലേജ് ഉണ്ടാക്കില്ല. കാരണം മൈലേജ് ഉണ്ടാക്കണമെങ്കിൽ വണ്ടി ആവശ്യമാണല്ലോ, വണ്ടിക്ക് ഡ്രൈവർ ആവശ്യമാണ്. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് കേരളത്തിൽ ഒരു ഗവർണറെ കൊണ്ട് ഒരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെർമനൻറ്റ് ന്യൂസൻസ് ഉണ്ടാക്കുക, ഇങ്ങനെ വെച്ചിട്ട് ഓരോ കാര്യങ്ങളിലും ഓരോ പ്രശ്നങ്ങൾ ഓരോ സ്റ്റെപ്പിലും ഗവർണറെ പ്രതിസന്ധിയിലാക്കുക എന്നല്ലാതെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള മൈലേജ് അവർ പ്രതീക്ഷിക്കുന്ന പോലും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അത് ആ ഒരു രീതിയിൽ ഇന്നിപ്പം ഗവർണറെ പിന്തുണച്ചുകൊണ്ട് സുരേന്ദ്രൻ വന്നിട്ടുണ്ട്. പക്ഷെ അതുപോലും നമുക്കറിയാം വളരെ വളരെ എന്താ പറയുക, എക്സ്പെക്റ്റഡ് ലൈൻസ് എന്ന് പറയില്ല, നമ്മുടെ പ്രതീക്ഷിച്ച രീതിയിൽ മാത്രമല്ലാതെ അതിൽ നിന്ന് ഗവർണറെ പിന്തുണച്ചുകൊണ്ട് അങ്ങനെ ഒരു വലിയ മുട്ടായി തെരുവിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ അദ്ദേഹം തന്നെ അത് വേണ്ടാന്ന് പറയും. കാരണം അതൊരു അങ്ങനെ ഒരു കാര്യത്തിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം അവരെ വെച്ചുകൊണ്ട് ഈ 3 സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും വെസ്റ്റ് ബംഗാൾ, അങ്ങനെ ഒരു ലക്ഷ്യം അവർക്ക് ഉണ്ടാവണമെന്നില്ല. മറിച്ച് ഈ ഗവൺമെൻറ്റിനെ ഓരോ ഘട്ടത്തിലും പ്രതിസന്ധിയിലാക്കുക എന്ന പരിമിതമായ ലക്ഷ്യം മാത്രമായിരിക്കും അവർക്കുള്ളത്. ഇത് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചല്ലോ, ആദ്യം ഒരു തവണ നയപ്രഖ്യാപന പ്രസംഗം ചെയ്യാൻ സഭയിലേക്ക് വരില്ല എന്ന് ഗവർണർ പറയുന്നു. അതേ തുടർന്ന് പിന്നെ മന്ത്രിമാർ പോകുന്നു, ചീഫ് സെക്രട്ടറി പോകുന്നു, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അനുനയിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നു. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ ഗവൺമെൻറ്റിന് ഗവർണറുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ പോലും പുറമേക്ക് കൊടുക്കുന്നൊരു മെസ്സേജ് ഇത് കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു മട്ടിലാണ്. അവിടെയാണ് ഈ പ്രതിപക്ഷം പറയുന്ന ഇത് ഒത്തുകളിയാണ് എന്നുള്ള ആക്ഷേപത്തിന് സ്കോപ്പ് ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ അല്ലാത്തൊരവസ്ഥ നോക്കുക. അപ്പോൾ ഗവൺമെൻറ് ഒരു രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പിലും പോകുന്നില്ല, ഒരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാവും. അപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നില്ല ഗവർണറോട് പോയിട്ട് പറയാനേ പറ്റുള്ളൂ. അങ്ങനെ പറയുന്നില്ല, എന്തെങ്കിലും പ്രസംഗിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ട് ഇതിങ്ങനെയൊന്നും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയേ പറ്റൂ. ഗവർണർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് മാറിയേക്കാം. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് പോയിട്ട് അനുനയിപ്പിക്കേണ്ടി വരും. അത് വേറെ എന്താണ് മാർഗമുള്ളത്? വേറെ ഒരു മാർഗ്ഗവും ഇല്ലല്ലോ. അപ്പോൾ അത് കോംപ്രമൈസ് എന്ന് പറയുന്നത്, അതൊരു സന്ധി ചെയ്യലാണെന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പരിമിതിയാണ്. ഗവൺമെൻറ്റിൽ ഇരിക്കുന്ന പ്രതിപക്ഷത്തിന് എന്ത് പറയാം? ഇപ്പോൾ CPM ആണ് പ്രതിപക്ഷമെങ്കിൽ ഇതേ കാര്യം CPM പറയും. മറ്റേ വാളെടുത്ത് പടവെട്ടുന്നത് പോലെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ യുദ്ധം അങ്ങനെ ഒരു സാധ്യതയില്ലല്ലോ. നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ ഒരു പരിഷ്കൃതമായിട്ടുള്ള ഒരു ഡെക്കോറം ഇതൊക്കെ പാലിക്കുന്ന സമൂഹത്തിൽ അങ്ങനെ ഒരു യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പറയാം അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ അത് ആ പാർട്ടി തന്നെ അധികാരത്തിൽ വരുമ്പോൾ ഗവർണറോട് ഇങ്ങനെ ഒരു രീതിയിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് പോയിൻ്റ് എത്തിക്കഴിയുമ്പോൾ പിന്നെ വേറെ രീതിയിൽ എന്തെങ്കിലും വലിയ സമരങ്ങളോ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളോ അതൊക്കെ വരുമായിരിക്കാം. അതൊരു ബ്രേക്ക് ഡൗൺ വരുന്ന സമയത്ത് മാത്രമേ, അല്ലാതെ ഗവർണറെ പോയി കാണുന്നു, ഗവർണറുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ ഗവർണറുമായിട്ട് മുഖ്യമന്ത്രി നോക്കുന്നില്ല, ഗവർണർ നോക്കി ചിരിക്കുന്നില്ല എന്നുള്ളതാണല്ലോ വലിയൊരു ചർച്ചാ വിഷയം. ചിരിച്ചിട്ടില്ല എന്നുള്ളത്, ഗവർണറോട് ചിരിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം വരിക, അത് അവർ ചിരിച്ചു എന്നുള്ള പ്രശ്നം വരും. അപ്പോൾ ഇതൊക്കെ വളരെ ഫ്ലിംസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഗവർണറെ പോയി കാണുന്നു, അദ്ദേഹത്തോട് വേറൊരു കോംപ്രമൈസ് എന്ന് പറയുന്നത് ഒരു ടാക്ടിക്സാണ്. ഇങ്ങനെ നമ്മളെ ഗവർണറെ ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയം കളിക്കുമ്പോൾ
അതേ രാഷ്ട്രീയം കളിക്കാതെ വലിയൊരു ഡിപ്ലോമാറ്റിക്കായിട്ട് അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതും അതിനെ ഡിഫ്യൂസ് ചെയ്യാനുള്ള രാഷ്ട്രീയമാണ്. അതല്ലാതെ മുകളിൽ ഗവർണർ ഒരു വലിയൊരു കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുമ്പോൾ അതിലൂടെ ഏറ്റുമുട്ട് നടത്തുക എന്നുള്ള ചെറിയ സംസ്ഥാനമായ കേരളത്തിന് ഇപ്പോൾ തന്നെ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക നയങ്ങളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ കൊച്ചു സംസ്ഥാനത്തിന് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ചിലപ്പോൾ അങ്ങനെ നമ്മൾ കോംപ്രമൈസ് എന്ന് പറയുന്ന രീതിയിലുള്ള നിലയിലേക്ക് മാറേണ്ടി വരും. അതൊരു ഡിപ്ലോമാറ്റിക് പൊളിറ്റിക്സ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ ഗവർണറുടെ പൊസിഷൻസിനെ കുറിച്ച്, ഗവർണർ എന്ന സ്ഥാനത്തിൻ്റെ അതെന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ സ്ഥാനം എന്തിനാണ് ആവശ്യം? ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു നിയമസഭയുടെ മുകളിൽ നിയമസഭ പാസ്സാക്കി വിടുന്ന ബില്ലുകൾ അംഗീകരിക്കാനായിട്ട്, ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഒരു ഗവർണർ, ഈ ഗവർണറുടെ പൊസിഷൻ എന്തിനാണ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതേ ചോദ്യം തന്നെ ഈ നിയമസഭാ നടപടിക്രമങ്ങളുടെ കാര്യത്തിലും വേണ്ട. ഈ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറയുന്നൊരു ചടങ്ങ്, ഇത് ഏതോ കാലത്ത് തുടങ്ങിയ ഒരു ചടങ്ങ്, അത് പുതിയ കാലത്ത് അതേപോലെ തന്നെ തുടരുക എന്ന് പറയുന്നത് അതിൻ്റെ ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗമൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തെയോ കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെയൊക്കെ വാങ്ങിച്ച് എന്ത് നയമാണ്, എന്തിനാണിത് നടത്തുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതേക്കുറിച്ചുള്ള ആലോചനകളൊക്കെ നടക്കണ്ടേ? അല്ല, അതിപ്പോൾ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ മൊത്തം ഈ വാച്ച് ആൻഡ് വാർഡ് എന്തിനാണ് അത് വെള്ള യൂണിഫോം ഇടുന്നത്, അങ്ങനെയൊക്കെ ഇതിപ്പോൾ ഒരു കളി, ഫുട്ബോൾ കളിയിൽ എന്തുകൊണ്ടാണ് കാലുകൊണ്ട് ബോൾ തട്ടുന്നത്, മറ്റേ കളിയിൽ കൈകൊണ്ടല്ലേ തട്ടുന്നത്? അപ്പോൾ അതിപ്പോൾ നമ്മളൊരു സിസ്റ്റം ഉണ്ടാവണം, എന്തായാലും ഒരു സിസ്റ്റം ഉണ്ടായേ പറ്റും. അതിലെല്ലാ കാലത്തും അതങ്ങനെ വേണമെന്നില്ല. പക്ഷേ അത് ഉള്ള കാലത്തോളം അത് നടന്നേ പറ്റും. നയപ്രഖ്യാപന പ്രസംഗം നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. നമ്മുടെ ലീഗൽ പ്രൊസീജിയറിൽ വളരെ പരിഹാസ്യമായിട്ടുള്ള പല ഘടകങ്ങളുണ്ടാവും. ഇതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അത് പെട്ടെന്ന് അതെടുത്ത് മാറ്റി ഇപ്പം നയപ്രഖ്യാപന പ്രസംഗം വേണ്ട എന്ന് ഗവൺമെൻറ് തീരുമാനിക്കാൻ പറ്റില്ല. അത് എല്ലാ ഗവൺമെൻറ്റുകളും കേരളത്തിലുള്ള ഈ രാജ്യത്തുള്ള എല്ലാ നിയമസഭകളും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ്. കേരളത്തിൽ മാത്രമായിട്ട് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. അതുപോലെയുള്ള ഗവർണർ പോസ്റ്റ് എന്നുള്ളത് എന്താണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരുപക്ഷെ അത് വിഭാവനം ചെയ്ത നമ്മുടെ ഭരണഘടനാ ശില്പികൾക്ക് മാത്രമേ അത് ഉത്തരം പറയാൻ പറ്റൂ. കാരണം ഒരു ഗവൺമെൻറ് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സേഫ് ഗാർഡായിട്ട് കോടതിയുണ്ട്. എപ്പോഴും കോടതിയാണ് ഭരണഘടനാ ലംഘനം ഉണ്ടാകുമ്പോൾ ഒരു പൗരന് സമീപിക്കാൻ പറ്റുന്നത്. ഗവർണർക്ക് പോയിട്ട് ഇപ്പോഴാണ് ഗവർണർക്ക് പോകുന്നത്, എല്ലാ ഗവർണർക്ക് പരാതി പോകുന്നത് പുതിയ രീതിയാണ്. അപ്പം അങ്ങനെ ഒരു ആരോടും അക്കൗണ്ടബിൾ അല്ലാത്ത ഒരു ഗവർണർ പോസ്റ്റ് ഇങ്ങനെ ഒരു പരാതി പറയാനുള്ള ഒരു റിഡ്രസൽ ഫോറമായി മാറുന്നത് ആദ്യമായിട്ടാണ്. നമുക്ക് എത്രയോ ഗവർണർമാരുണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരു എൽഡർ സ്റ്റേറ്റ്സ്മാൻ എന്ന രീതിയിലാണ് കാണുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പൊസിഷൻ ഉണ്ടായത്. അപ്പോൾ അത് മാറ്റുന്നതും നിയമസഭയുടെ നടപടിച്ചട്ടങ്ങൾ മാറ്റുന്നതും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം മറ്റേത് ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് മാറ്റപ്പെടേണ്ടത്, അത് മാറാതിരിക്കാം എന്നുള്ളത്. പക്ഷേ നേരെ മറിച്ച് ഗവർണർ പദവി എന്നുള്ളത് ഇന്ന് വളരെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. നേരത്തെ പറഞ്ഞത് ഈ നയപ്രഖ്യാപന പ്രസംഗം നടന്നാലും നടന്നിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഗവർണർ മാറി ചെയ്യുന്ന നടപടികൾ വലിയ രീതിയിൽ ഫെഡറൽ സിസ്റ്റത്തെ ബാധിക്കുന്നുവെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാധുതയെ ചോദ്യം ചെയ്യുന്നതും മറ്റ് നടപടിക്രമങ്ങൾ വേണമെന്നോ ചോദിക്കും, രണ്ടും കൂട്ടിക്കുഴച്ചാൽ വലിയ ആശയക്കുഴപ്പമുണ്ടാകുമെന്നാണ് തോന്നുന്നത്. അവസാനം ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ഇന്നത്തെ ഈ 1 മിനിറ്റും 24 സെക്കൻഡും നീളുന്ന ഈ ചടങ്ങിൽ മാത്രമാക്കിയ നയപ്രഖ്യാപന പ്രസംഗം, അത് ഈ പോര് തുടരുന്നതിൻ്റെ സൂചനയാണ്. ഇനി അങ്ങോട്ട് ഗവർണർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കും എന്നൊക്കെയുള്ള മറ്റുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഇതിനെത്രത്തോളം സ്കോപ്പുണ്ട്? ഈ പറയുന്ന വിധത്തിലുള്ള ഇപ്പോൾ ബില്ലുകൾ നിയമസഭ പാസ്സാക്കി അയക്കുന്നത് തൽക്കാലത്തേക്ക് പിടിച്ചു വയ്ക്കാം, അല്ലെങ്കിൽ അതിൽ ഒപ്പിടാതിരിക്കാം, അല്ലെങ്കിൽ അത് രാഷ്ട്രപതിക്ക് അയക്കാം, ഇമാതിരി നടപടികൾ തുടരാം. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും നിയമനങ്ങളുടെ കാര്യത്തിൽ ചില ബഹളങ്ങളുണ്ടാക്കാം. ഇതിനപ്പുറത്തേക്ക് ഈ ഗവർണർ എന്നുള്ള ഈ ഒരു പെർമനൻറ്റ് ന്യൂയിസൻസ് എന്നതിന് അപ്പുറത്തേക്ക് ഇടപെടാൻ ക്രമസമാധാന തകർച്ച ചൂണ്ടിക്കാണിച്ച് റിപ്പോർട്ട് നടത്തി കേന്ദ്രഭരണം സർക്കാർ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക എന്നുള്ള സാധ്യത അവിടെ ഉണ്ട്.
അത് അത്രയും എക്സ്ട്രീമിലേക്ക് പോകുന്നതിന് ഇപ്പോൾ എസ് ആർ ബൊമ്മൈ കേസിന് ശേഷം പല നടപടിക്രമങ്ങളും ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ പോര് തുടരും എന്ന് പറയുമ്പോൾ ഇതിന് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ, അല്ലെങ്കിൽ ഇപ്പോൾ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാതെ മറ്റ് സാധ്യതകളൊന്നുമില്ലല്ലോ. അല്ല, മറ്റു സാധ്യതകളൊന്നുമില്ല. കാരണം മറ്റൊരു സാധ്യതയുള്ളത് തന്നെ മറ്റേ കോൺഗ്രസ്സിനെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ അപ്രസക്തമാക്കാവുന്നതാണ്. പ്രതിപക്ഷത്തെക്കാൾ വീറോടുകൂടി ഗവൺമെൻറ്റിനെ വിമർശിക്കുക. എല്ലാ ദിവസവും അദ്ദേഹം ഒരു ദിവസം തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ 4-5 തവണ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പോലും അങ്ങനെ കാണാറില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രതിപക്ഷത്തെ നിഷ്ഫലമാക്കുന്ന രീതിയിൽ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കാമെന്നല്ലാതെ, പിന്നെ ഈ ദൈനംദിന ഭരണത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നല്ലാതെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ്റാണ് ഉള്ളതെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പോൾ ഇവിടെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ചില അപ്പോയിൻമെൻറ്റുകൾ തടഞ്ഞു വെക്കുക, ഈ ബില്ലുകൾ തന്നെ എത്ര കാലം പിടിച്ചു വെക്കും എന്നുള്ളത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു അത്തരത്തിലുള്ളൊരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഒരു ഗവൺമെൻറ് തീരുമാനിക്കുകയാണെങ്കിൽ, ആ ഗവൺമെൻറ് ഭരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ ഭരണത്തെ ചില രീതിയിൽ ചെറിയ നേരത്തെ പറഞ്ഞ ന്യൂസൻസ് എന്ന് പറഞ്ഞ ന്യൂസൻസ് വാല്യൂ മാത്രമല്ലാതെ വലിയ രീതിയിൽ അപകടപ്പെടുത്താനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ അങ്ങനെയൊക്കെ തടുത്തു നിർത്താനോ ഉള്ള ഒരു സാധ്യത പക്ഷേ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം ഗവർണർക്ക് അത്ര അധികാരങ്ങൾ കൊടുക്കാതിരുന്നത്. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്, അത് ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ, എത്ര കൊള്ളരുതാത്ത ഗവൺമെൻറ് ആയിക്കോട്ടെ, അത് ജനങ്ങളുടെ ബാധ്യതയാണ്. ആ ഗവൺമെൻറ്റിനെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് ജനങ്ങളുടെ ബാധ്യതയാണ്. അത് ഏതെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് നിയോഗിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രപതി തന്നെ നിയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് അങ്ങനെയുള്ള റോൾ ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ്. അവരവരോടാണ് ഉത്തരവാദിത്തമുള്ളത്. അവരെ മാറ്റേണ്ടത് അടിസ്ഥാനപരമായി ആത്യന്തികമായി ജനങ്ങളുടെ ബാധ്യതയാണ്. റൈറ്റ്. ഇന്ന് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ അവസാന ഖണ്ഡിക മാത്രം വായിച്ച് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ആവർത്തിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് ഇതുതന്നെയാണ്: ഈ സ്ഥാനത്തിന് എന്താണ് പ്രസക്തി എന്നുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലെ ഇപ്പോഴും ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഗവർണർ എന്ന കേന്ദ്ര സർക്കാർ നോമിനിക്ക് എന്താണ് സ്ഥാനം എന്ന ചോദ്യമാണ് ഇന്നത്തെ നിയമസഭയിലെ പ്രകടനവും അവശേഷിപ്പിക്കുന്നത്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡിലൂടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.